എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഒരു കോണിൻ്റെ, അതായത് ഒരു വൃത്തസ്തൂപികയുടെ ഉപരിതല പരപ്പളവ്, അതായത് നമുക്കറിയാം ടോട്ടൽ സർഫസ് ഏരിയ അല്ലേ. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കിയേ, ഇവിടെ ഇതാണ് നമ്മുടെ കോൺ അല്ലേ, ഇതാണ് നമ്മുടെ കോണ്. ഇവിടെ നോക്കിയേ ഏതൊക്കെ വരും, അതായത് ഈ വളഞ്ഞിട്ടുള്ള ഈ ഭാഗം വരും ആണല്ലോ, അതിൻ്റെ ഏരിയ വരും. അതുപോലെ തന്നെ അടിയിൽ എന്തുണ്ട്, ഒരു സർക്കിൾ ഉണ്ട് അല്ലേ, സർക്കിളിൻ്റെ ഏരിയയും കൂടി വരും അല്ലേ. ഇതാണ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ. ഇവിടെ നാം പറഞ്ഞു ഒരു വളഞ്ഞ ഭാഗം അല്ലേ, അതായത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഇവിടെ മുമ്പ് നമുക്കറിയാം കഴിഞ്ഞ 9ാം ക്ലാസ്സിൽ നമ്മൾ സ്തംഭത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് വൃത്തസ്തംഭം ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇതിനെന്താ പറയാം, വക്രതലം എന്ന് പറഞ്ഞു അല്ലേ. വക്രതലം അതായത് കർവ്ഡ് സർഫസ് ഏരിയ. ഇതിന് നമ്മുടെ ഈ വളഞ്ഞു നിൽക്കുന്നത് കൊണ്ടെന്ന് പറയും നമ്മൾ അതിനെ വക്രതലം എന്ന് പറയും അല്ലേ, അതായത് കർവ്ഡ് സർഫസ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഏരിയ പിന്നെ എന്ത് വരും, ഇതിൻ്റെ അടിയിലും മുകളിലും ഈ രണ്ട് സർക്കിളിൻ്റെ ഏരിയയും കൂടി ആഡ് ചെയ്യും. അതാണ് നമ്മുടെ ടോട്ടൽ സർഫസ് ഏരിയ. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്കിവിടെ ഒരു വളഞ്ഞ ഭാഗമുണ്ട് അല്ലേ. ഈ വളഞ്ഞ ഭാഗത്തിൻ്റെ ഏരിയ കാണണം. അതിൻ്റെ കൂടെ ഏതിൻ്റെ ഏരിയയും കൂടി കൂട്ടേണ്ടി വരും, ഈ സർക്കിളിൻ്റെ അല്ലേ, അടിയിലുള്ള സർക്കിളിൻ്റെ ഏരിയയും കൂടി കൂട്ടേണ്ടി വരും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അടിയിലുള്ള സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ അടിഭാഗം കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, മനസ്സിലായല്ലോ. അപ്പോൾ ചോദ്യത്തിനനുസരിച്ചാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ഇപ്പോൾ ഈ ഭാഗം ഓപ്പൺ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു തൊപ്പി അല്ലേ, ഈ തൊപ്പിയുടെ ആകൃതിയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ ഐസ്ക്രീം കണ്ടിട്ടുണ്ടല്ലോ, ഐസ്ക്രീം അല്ലേ, കോൺ ഐസ്ക്രീം നമുക്ക് കണ്ടിട്ടുണ്ട്. ഈ കോൺ ഐസ്ക്രീമിന് നോക്കിയാൽ ഉൾഭാഗം അല്ലേ, ഈ റൗണ്ട് ഭാഗം ഫ്രീ ആണ് അല്ലേ, അത് ഓപ്പൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വരും, സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ വളഞ്ഞ ഭാഗത്തിൻ്റെ സർഫസ് മാത്രമേ വരുള്ളൂ അല്ലേ. അതേസമയം ഈ അടിഭാഗം കൂടി കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ പേപ്പർ കൊണ്ട്, അപ്പോൾ നമ്മൾ പേപ്പർ കൊണ്ട് ഇതുപോലെ ഷേപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കും നമ്മൾ അടിഭാഗം അല്ലേ. അടിഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതിൻ്റെ ഏരിയ ഒക്കെ വരും, ഈ വളഞ്ഞ ഭാഗത്തിൻ്റെ ഏരിയയും വരും, ഈ അടിഭാഗത്തിൻ്റെ സർക്കിളിൻ്റെ ഏരിയ വരും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചോദ്യത്തിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത് അതനുസരിച്ച് വേണം ഇതിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കാൻ. ക്ലിയർ ആയല്ലോ. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഈ കർവ്ഡ് സർഫസ് അല്ലേ, വക്രതലം, ഈ വളഞ്ഞ ഭാഗത്തിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. ഈ വളഞ്ഞ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മുമ്പ് പറഞ്ഞു നമ്മൾ ഒരു സർക്കിൾ, അതിൻ്റെ ഒരു സെക്ടർ അല്ലേ, ഒരു വൃത്താംശം, ഈ ഭാഗം ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. അതായത് ഈ കർവ്ഡ് സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വൃത്തത്തിൻ്റെ അല്ലേ, ഈ സെക്ടറിൻ്റെ ഏരിയ തന്നെയാണ് ഇതിൻ്റെ ഏരിയ. മനസ്സിലായല്ലോ. അപ്പോൾ അതായത് ഈ സെക്ടർ ഏരിയയാണ് ഈ നമ്മുടെ കോണിൻ്റെ എന്തായി വരുന്നത്, കർവ്ഡ് സർഫസ് ഏരിയ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ കർവ്ഡ് സർഫസ് ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലേ. കർവ്ഡ് സർഫസ് ഏരിയ അല്ലേ, ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക, നമുക്കറിയാം ഇതിൻ്റെ ഏരിയ നമ്മൾ 9ാം ക്ലാസ്സിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. എന്തായിരിക്കും, ഈ ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ x/360 അല്ലേ, x/360 അത് മൊത്തം ആംഗിൾ 360 ഡിഗ്രിയും അതിൻ്റെ എക്സ് ഭാഗമാണ് ഇതല്ലേ. ഇതിനെ നാം എന്ത് ചെയ്യും, ഇതിന് നമുക്കറിയാം ഇതിൻ്റെ മൊത്തം ഈ സർക്കിളിൻ്റെ ഏരിയ πr² അല്ലേ. അപ്പോൾ x/360 × πr², ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ വരുന്നുണ്ട്. ഇക്വേഷൻ നിങ്ങൾ എങ്ങനെയാണ് വന്നതെന്ന് ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതിൽ നിന്നാണ് നമുക്ക് ആ ഇക്വേഷൻ വരുന്നത്. എങ്ങനെയായിരിക്കും, π × r × l. മനസ്സിലായോ, π × r × l. ഇതിപ്പോൾ നിങ്ങൾ തൽക്കാലം ഇതിങ്ങനെ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ, ഒരു കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, π × r × l, πrl അല്ലേ. r എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ നോക്കിയാൽ ഈ കോണിൻ്റെ റേഡിയസ്, ഇതാണ് r. മനസ്സിലായല്ലോ. l എന്ന് പറഞ്ഞാലോ ഇതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് അല്ലേ. അപ്പോൾ എല്ലും ആറും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതിന്റെ അടിഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ അടിഭാഗം കവർ ചെയ്താണെങ്കിലോ ഇതിന്റെ മൊത്തം അല്ലെ ടോട്ടൽ സർഫസ് ഏരിയ എത്ര വരും, ആകെ ഉപരിതല പരപ്പളവ് എത്ര വരും. ഇത് നമുക്കറിയാം, ഇതിന്റെ ഏരിയയുടെ കൂടെ ഏരിയ കൂടി കൂട്ടണം, ഈ സർക്കിളിന്റെ ഏരിയയും കൂടി കൂട്ടണം അല്ലേ. അതായത് നോക്കിയാൽ ഇതിന്റെ ബേസ് ഏരിയ, നമുക്ക് ബേസ് ഏരിയ എന്ന് പറയാം അല്ലെ, ബേസിന്റെ ഏരിയ, പാദത്തിന്റെ ഏരിയ, സർക്കിളിന്റെ ഷേപ്പാണ്, സർക്കിളിന്റെ ഏരിയ നമുക്കറിയാലോ πr² അല്ലേ. അപ്പൊ ഇതാണ് ഇതിന്റെ ഏരിയ അല്ലെ, ബേസിന്റെ ഏരിയ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ അല്ലെ, ടോട്ടൽ സർഫസ് ഏരിയ അതായത് ആകെ ഉപരിതല പരപ്പളവ് എത്ര വരും, ടോട്ടൽ സർഫസ് ഏരിയ എത്രയായിരിക്കും, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം അല്ലെ. നമുക്ക് നോക്കിയാൽ πrl + πr². അപ്പൊ ഇതിനെ വേണമെങ്കിൽ നമുക്ക് നോക്കിയാൽ ഒരു ചെറിയ രൂപത്തിലാക്കാം. ഇതിലും πr ഉണ്ട്, ഇതിലും πr ഉണ്ട് അല്ലെ. നമുക്ക് നോക്കിയാൽ πr അങ്ങോട്ട് പുറത്തെടുക്കാം. πrനെ പുറത്തെടുത്താൽ ബാക്കി ആര് വരും, ഇവിടെ l മാത്രമേ ഉള്ളൂ അല്ലെ. l പ്ലസ് ഇവിടെ നമ്മൾ ഒരു r പുറത്തെടുത്തിട്ടുള്ളൂ അല്ലെ. ഒരു r നമുക്ക് കോമൺ ആയിട്ട് എടുത്തു, ബാക്കി ഒരു r കൂടി ഇല്ലേ, ആ r ഉള്ളിൽ കിടന്നു. അപ്പോൾ എന്ത് വരും, ടോട്ടൽ സർഫസ് ഏരിയക്കാണ് നമുക്ക് ഇത് ഉപയോഗിച്ചാൽ മതി, πr × l + r.
എൽ എന്ന് പറഞ്ഞാൽ ഏതാണ് സ്ലാൻഡ് ഹൈറ്റ്, ആർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഡിയസ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. അതായത് കർവ്ഡ് സർഫസ് ഏരിയ, ഒരു കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ ചോദിച്ചു കഴിഞ്ഞാൽ, വക്രതല പരപ്പളവ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും πRL അല്ലേ. ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ഈ ഭാഗം അടഞ്ഞതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്ത് വരും, πRന്റെ കൂടെ ഏത് കൂടി ആഡ് ചെയ്യേണ്ടി വരും, ഈ πr² കൂടി ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഒരുമിച്ചിട്ട് എന്ത് ചെയ്യാം, πr × L+r ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് ക്ലിയർ ആയി അല്ലേ. ഇനി നമുക്ക് നോക്കിയാൽ നാം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു L ഉണ്ട്, ഇവിടെ ഒരു R ഉണ്ട് അല്ലേ. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയാൻ എന്താണ്, ഒരു കോണിൻ്റെ ഹൈറ്റ് എന്ന് പറയാൻ എന്തായിരിക്കും, നമുക്കറിയാം ഇതിൻ്റെ അല്ലേ ബേസിൻ്റെ ഈ മൂലയിൽ നിന്ന് ബേസിൻ്റെ അല്ലേ ബേസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, അതാണ് h എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ബേസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എവിടെ ആയിരിക്കും വന്ന് മുട്ട, ബേസിൻ്റെ ഇത് സർക്കിൾ ആയതുകൊണ്ട് എവിടെയായിരിക്കും മുട്ട, സർക്കിളിൻ്റെ കേന്ദ്രത്തിൽ അല്ലേ, വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലായിരിക്കും വന്ന് മുട്ട അല്ലേ. അതായത് ഈ സർക്കിളിൻ്റെ കേന്ദ്രവും ഈ മൂലയും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുക, h എന്ന് പറയാം. അപ്പോൾ ഇതാണ് h, മനസ്സിലായല്ലോ. അപ്പോൾ h കിട്ടി, L കിട്ടി, R കിട്ടി. അപ്പോൾ നോക്കിയാൽ ഇവിടെയും ഒരു റൈറ്റ് ട്രയാങ്കിൾ വരുന്നുണ്ട് അല്ലേ, ഒരു റൈറ്റ് ട്രയാങ്കിൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇത് 90 ഡിഗ്രി, ഇത് L, ഇത് h, R. അപ്പോൾ ഇവിടെയും നമുക്ക് എന്താ ഇവരെ ബന്ധപ്പെടുത്തി നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അതായത് ഇപ്പോൾ L² കണ്ടുപിടിക്കണം എന്ത് ചെയ്താൽ മതി, L² = h² + R² അല്ലേ. അതല്ലെങ്കിൽ നമുക്ക് എന്താ അറിയാം, h² കണ്ടുപിടിക്കണമെങ്കിൽ L² നിന്ന് R² മൈനസ് ചെയ്യാം. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഒന്ന് രണ്ട് ചെറിയ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കോണിൻ്റെ ആകൃതിയിലുള്ള, അതായത് വൃത്തസ്തൂപികയുടെ ആകൃതിയിൽ ഒരു തൊപ്പി നമുക്ക് ഉണ്ടാക്കണം. മനസ്സിലായല്ലോ. അതിപ്പോൾ വൃത്തസ്തൂപികയുടെ ആകൃതിയിലുള്ള ഒരു തൊപ്പി അല്ലേ. ഇപ്പോൾ ഇലക്ഷൻ കാലഘട്ടമാണല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ആ പാർട്ടിക്കാരുടെ ഈ കളറൊക്കെ വെച്ച് കഴിഞ്ഞാൽ തൊപ്പി അല്ലേ, തൊപ്പി ഇട്ടിട്ട് പോകും എല്ലാവരും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അതേ രൂപത്തിൽ ഒരു തൊപ്പി ഉണ്ടാക്കണം. ഇതിൻ്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ എത്രയാണ്, 6 അല്ലേ, 6 ഇതാണ് റേഡിയസ്. അതൊരു 8 സെൻറ്റിമീറ്റർ റേഡിയസ്. ഇനി ഇതിൻ്റെ ചെരിഞ്ഞ അല്ലെ സ്ലാൻഡ് ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 30 സെൻറ്റിമീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ തൊപ്പി ഉണ്ടാക്കാൻ എത്ര കടലാസ് വേണം, എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ കടലാസ് വേണം, ഇതാണ് ചോദ്യം. അപ്പോൾ ചോദ്യം ശരിക്കും വായിച്ചു നോക്കിയാൽ നമുക്ക് എന്താ ഉണ്ടാക്കേണ്ടത്, ഈ തൊപ്പി ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ നമുക്കറിയാം തൊപ്പി ഉണ്ടാക്കാന്ന് പറയുമ്പോൾ ഈ അടിഭാഗം വരുമോ അല്ലേ, അടിഭാഗത്തിൻ്റെ ആവശ്യമില്ല അല്ലേ, ഇത് തുറന്നു കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, കർവ്ഡ് സർഫസ് ഏരിയ മാത്രം കണ്ടാൽ മതി. അതാണ് ഞാനിവിടെ പറഞ്ഞത്. ചോദ്യം ശരിക്കും വായിച്ചു നോക്കിയിട്ട് വേണം. അവിടെ നോക്കിയാൽ πr × L+r അല്ലേ, ഈ ഇക്വേഷൻ കാണണോ, വേണ്ട. വെറും എന്ത് വന്നാൽ മതി, തൊപ്പിയുടെ ഈ ചുറ്റും അല്ലേ ആ കർവ്ഡ് സർഫസ് ഏരിയ മാത്രം നമുക്ക് കണ്ടാൽ മതി. അപ്പോൾ നോക്കിയാൽ കർവ്ഡ് സർഫസ് ഏരിയ ഇങ്ങനെ എഴുതാം, CSA അല്ലേ, കർവ്ഡ് സർഫസ് ഏരിയ. നമ്മൾ ഇക്വേഷൻ അറിയാലോ, πRL അല്ലേ. ഇവിടെ R വേണം, L വേണം. R നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, 8 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് L തന്നിട്ടുണ്ട് അല്ലേ. L എത്രയാണ് തന്നിട്ടുണ്ട്, 30 സെൻറ്റിമീറ്റർ. ഇത് നമുക്ക് ഒരു പണിയില്ല അല്ലേ. അപ്പോൾ നോക്കിയാൽ ഈ കർവ്ഡ് സർഫസ് ഏരിയ എത്ര കിട്ടും നമുക്ക്, πRL അല്ലേ, π × R 8 × 30 അല്ലേ, 3 × 8 24, ഒരു 0. അപ്പോൾ 240 π സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത്രയും എന്ത് വേണ്ടി വരും, കടലാസ് നമുക്ക് വേണ്ടി വരും ഒരു തൊപ്പി ഉണ്ടാക്കാൻ. അങ്ങനെ നമുക്ക് അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ 100 500 എത്ര തൊപ്പി വേണമെങ്കിലും ഉണ്ടാക്കിക്കോട്ടെ, ഒരു തൊപ്പിക്ക് ഇത്രയും കടലാസ് വേണ്ടി വരും. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. ഒരു കോൺ അല്ലേ, ഒരു വൃത്തസ്തൂപിക, അതിൻ്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ. ഓക്കെ, റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ. ഇനി അതിൻ്റെ ഹൈറ്റ് ശ്രദ്ധിക്കുക, ഹൈറ്റ് ആണ് തന്നിട്ടുള്ളത് അല്ലേ, സ്ലാൻഡ് ഹൈറ്റ് അല്ല, ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏതാണ്, ഈ മൂലയിൽ നിന്ന് ഇതിൻ്റെ സെൻട്രൽ അല്ലെ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലേക്കുള്ള ഹൈറ്റ് h, അതാണ് h. അപ്പോൾ h നമുക്ക് തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട് അല്ലേ. h എത്രയാണ്, 10 സെൻറ്റിമീറ്റർ. അപ്പോൾ h = 10 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ L എത്രയായിരിക്കും, സ്ലാൻഡ് ഹൈറ്റ് അല്ലെ, ചരിവ് ഉയരം എത്രയായിരിക്കും, ഇങ്ങനെ ചോദിച്ചാൽ എന്താ ചെയ്യുക, നമുക്ക് ഈ ക്വസ്റ്റൻ അറിയാം അല്ലേ. അപ്പോൾ ഇത് ഓർമ്മ വരണം, L² = h² + R². അതായത് L കാണണമെങ്കിൽ എന്ത് ചെയ്യണം, റൂട്ട് കൊടുക്കുക അല്ലേ, റൂട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് L അവസാനം റൂട്ട് കൊടുത്താലും മതി. അപ്പോൾ L = √h² + R². ഇപ്പോൾ എന്ത് വരും, റൂട്ട് അല്ലേ, h², hൻ്റെ സ്ക്വയർ എത്രയാണ്, 10² + 5². അതായത് √100 + 25, റൂട്ട് 125 അല്ലേ. നമുക്കറിയാം ഇത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സാധാരണ ചെയ്യാറുള്ള പണി കൂടി എടുക്കുക. 125നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ, 3 കൊണ്ടും 2 കൊണ്ടൊന്നും പറ്റില്ല. എത്ര പ്രാവശ്യം പോകും, 12ൽ 2 പ്രാവശ്യം, ബാക്കി 25ൽ 5 പ്രാവശ്യം. ഇനി 25 നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, 5 പ്രാവശ്യം. പിന്നെ നമുക്ക് അങ്ങനെ എഴുതാം, √5 × 5 × 5.
ഇതിൽ നിന്ന് രണ്ടെണ്ണത്തിന് ഒരു ജോഡിയിൽ നിന്ന് ഒരാളെ പുറത്തെടുക്കും അല്ലേ. അപ്പോൾ 5 ബാക്കി ഉള്ള 5 അവിടെ കിടന്നോട്ടെ. 5√5 സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതിൻ്റെ L. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മളെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 267 ചോദ്യങ്ങളാണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കുക. കർവ്ഡ് സർഫസ് ഏരിയ πr, ബേസിൻ്റെ ഏരിയ πr², മൊത്തം ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും πr × L+r അല്ലേ. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്താലും മതി. പിന്നെ നമ്മൾ ഈ ഇക്വേഷൻ ഓർമ്മിക്കുക, L² = h² + r² അല്ലേ. ഇതും കൂടി ഓർമ്മിക്കാം. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം. What is the area of the curved surface of a cone of base radius 12 cm and slant height 25 cm? വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യം. അപ്പോൾ ഞാൻ മുമ്പ് പറയാറുണ്ട്, ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, റഫായിട്ട് ഒരു ഫിഗർ അങ്ങോട്ട് വരയ്ക്കുക. നോക്കിയാൽ അല്ലേ, ഒരു കോണിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊരു കോൺ. ഓക്കെ, ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി കർവ്ഡ് സർഫസ് അല്ലെ. കർവ്ഡ് സർഫസ് ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അതിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ബേസിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് അല്ലേ. റേഡിയസ് എത്രയാണ് തന്നിട്ടുണ്ട്? ഇതാണ് റേഡിയസ്, ബേസ് അല്ലേ. അപ്പോൾ 12 സെന്റിമീറ്റർ നമുക്ക് റേഡിയസ്. ഇനി സ്ലാന്റ് ഹൈറ്റ് അല്ലേ. സ്ലാന്റ് ഹൈറ്റ് ചെരിവ് ഉയരം തന്നിട്ടുണ്ട് 25 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ L തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ L നമുക്കിത് ഇത് L, ഇത് R. ഓക്കെ, ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇതിന്റെ വക്രതല പരപ്പളവ് അല്ലേ, അതായത് കർവ്ഡ് സർഫസ് ഏരിയ. നമുക്ക് എഴുതാം കർവ്ഡ് സർഫസ്, നമുക്ക് CS എന്ന് എഴുതാം, കർവ്ഡ് സർഫസ് ഏരിയ അല്ലെ, ചുരുക്കി എഴുതിയാൽ മതി. ഇപ്പം ഞാൻ എഴുതാനാണ്, നിങ്ങൾ കർവ്ഡ് സർഫസ് ഏരിയ തന്നെ എഴുതാം. കർവ്ഡ് സർഫസ് ഏരിയ എന്താണ് ഇക്വേഷൻ? നമുക്കറിയാം πrl അല്ലേ. πrl ഇതാണ് ഇക്വേഷൻ. ഇവിടെ റേഡിയസ് 2 കാര്യങ്ങൾ മതി, ആറും L അല്ലേ. 6 നോക്കിയാൽ നമുക്ക് നേരെ തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ. ഇനി L ആണ് വേണ്ടത്. L നമുക്ക് തന്നിട്ടുണ്ട് 25 സെന്റിമീറ്റർ. ഓക്കെ, ഇത് 2 കിട്ടിയല്ലേ. ഇനി എന്താ, ഒരു പണിയില്ല അല്ലേ. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ = എന്ത് വരും? πrl അല്ലേ. π × r 12 × L 25. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, 12 നമുക്ക് 25 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കാം, എത്ര കിട്ടും? 300 അല്ലേ. അപ്പോൾ 300, അപ്പോൾ 300 π ഏരിയ ആണല്ലോ, അതുകൊണ്ട് സ്ക്വയർ സെന്റിമീറ്റർ. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഉത്തരം എഴുതുമ്പോൾ ഇതേപോലെ തന്നെ എഴുതിയാൽ മതി. ഇപ്പോൾ ഇവിടെ നമ്മൾ പൈ കൊണ്ട് ഗുണിച്ചിടാനൊന്നും നിൽക്കണ്ട, മനസ്സിലായില്ലേ. പ്രത്യേകം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, പൈ കൊണ്ട് ഗുണിച്ചിട്ടാൽ മതി അല്ലേ. ഇപ്പം നമുക്ക് ചില ചോദ്യങ്ങൾ വരും, ഇതിപ്പോൾ ഉണ്ടാക്കാൻ എത്ര, ഒരു സ്ക്വയർ മീറ്ററിന് ഇത്ര പൈസ വെച്ചിട്ട് എത്ര പൈസ വേണ്ടി വരും അല്ലേ, അല്ലെങ്കിൽ പെയിന്റ് അടിക്കാൻ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി, അവിടെ നമ്മൾ പൈ കൊണ്ട് ഗുണിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്യണം, നമ്മൾ 300 അല്ലേ, 300 എന്തുകൊണ്ട് ഗുണിക്കുക, പൈ കൊണ്ട് ഗുണിക്കുക. 300 × 3.14 അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ 0 മാറ്റി എടുത്താൽ, എന്നിട്ട് എന്ത് ചെയ്യാം, 314 ഏതുകൊണ്ട് ഗുണിച്ചിടാം, 3 കൊണ്ട് ആദ്യം ഗുണിക്കാം. അപ്പോൾ 3 × 4 12 അല്ലേ, ബാക്കി ഒരു 3 3 1 4, 3 × 3 9, 942 കിട്ടി അല്ലേ. അപ്പോൾ നമുക്കിവിടെ 942 കിട്ടി. ഇനി എന്ത് വേണം, നമുക്ക് 2 0 അല്ലേ, 2 0 കൊണ്ട് ഇട്ട് കൊടുത്തു. ഇനി എന്ത് വേണം, 2 സ്ഥാനം, 2 സ്ഥാനം നീക്കി നമ്മൾ പോയിന്റ് ഇട്ടു അല്ലേ. അപ്പോൾ എത്ര കിട്ടി? 942 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പോൾ ഇതിങ്ങനെ ചോദിച്ചാൽ മാത്രം ഇതുപോലെ ഗുണിച്ചിട്ടാൽ മതി. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ദി സർഫസ് ഏരിയ ഓഫ് എ കോൺ ഓഫ് ബേസ് ഡയമീറ്റർ 30 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 40 സെന്റിമീറ്റർ? ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? സർഫസ് ഏരിയ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ഇതുപോലെ നോക്കിയാൽ ഒരു കോൺ അല്ല, സിമ്പിളായിട്ട് ഒരു കോൺ ഇവിടെ വരയ്ക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് ചെയ്യാൻ പറ്റും, മനസ്സിലായല്ലോ. അപ്പോൾ ഓക്കെ, ഇനി എന്താണ് നമുക്ക് ഇത് തന്നിട്ടുള്ളത്? ഇതിൻ്റെ ഡയമീറ്റർ എന്നിട്ടല്ലേ, ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്. D = 30 അല്ലേ. അങ്ങനെ ആ റേഡിയസ് എന്ത് വരും, റേഡിയൻ്റെ ഇതിൻ്റെ പകുതി അല്ലേ. അപ്പോൾ റേഡിയസ് 15 സെന്റിമീറ്റർ. ഇനി ബാക്കി എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? ആൻഡ് ഹൈറ്റ് 40 സെന്റിമീറ്റർ അല്ലേ. ഹൈറ്റ് ഏതൊക്കെയാ, ഹൈറ്റ് ആണ് തന്നിട്ടുള്ളത്. ഹൈറ്റ് എത്രയാണ്? 40 സെന്റിമീറ്റർ. H നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ സർഫസ് ഏരിയ അല്ലേ. ടോട്ടൽ സർഫസ് ഏരിയ എന്താണ് നമ്മുടെ ഇക്വേഷൻ? πr × L+r അല്ലേ. πr × L+r അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെ വേണം? L വേണം, R വേണം അല്ലേ. അപ്പോൾ നോക്കിയാൽ R നമുക്ക് കിട്ടിയിട്ടുണ്ട് 15 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് L ആണ്. L നമുക്ക് തന്നിട്ടില്ല അല്ലേ. L നമുക്ക് ഇവിടെ തന്നിട്ടില്ല. അതിന് പകരം എന്ത് തന്നിട്ടുണ്ട്? പകരം നമുക്ക് ഹൈറ്റ് അല്ലേ, H തന്നിട്ടുണ്ട്. H എത്രയാണ്? 40 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ നമുക്കറിയാം H ഉം R ഉം തന്നു കഴിഞ്ഞാൽ അല്ലേ, ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലേ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം, ഇതാണ് സ്ലാൻഡ് ഹൈറ്റ് L, ഇത് റേഡിയസ് അല്ലേ, റേഡിയസ് ഇത് H. നമുക്ക് ആവശ്യം ഇവിടെ ഏതാണ്? L ആണ് ആവശ്യം. H അറിയാം, R അറിയാം അല്ലേ. ഇത് റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം എങ്ങനെ കിട്ടും? L² = H² + R².
അല്ലേ? അതല്ലെങ്കിൽ എൽ കണ്ടുപിടിക്കാൻ എൽ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കിവിടെ എൽ കണ്ടുപിടിക്കണമെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഏതൊക്കെയാവും എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ, അല്ലെങ്കിൽ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയറിന് എത്താൻ, എന്നിട്ട് എൽ ലാസ്റ്റ് നമുക്ക് റൂട്ട് ഇട്ട് കൊടുത്താലും മതി അല്ലേ? ഈക്വൽ ടു അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് എച്ച് 40, അപ്പോൾ 40 സ്ക്വയർ പ്ലസ് ആർ റേഡിയസ് എത്രയാണ്? 15 സ്ക്വയർ. നമുക്ക് എത്ര കിട്ടും? റൂട്ട് 40 4 × 4 16 അല്ലേ? ഒരു 0 ആണെങ്കിൽ 2 0 ഇട്ട് കൊടുത്തു, പ്ലസ് 15 സ്ക്വയർ നമുക്കറിയാം 225 അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടി? റൂട്ട് 1825. അപ്പം ഇതിൻ്റെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റൂട്ട് കണ്ടുപിടിക്കണം അല്ലേ? ഇപ്പം നമുക്കറിയാം 4 അക്ക സംഖ്യയിലാണെങ്കിൽ റൂട്ട് അല്ലെ, അത് പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ റൂട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. ഞാനത് ആദ്യം മുമ്പേ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇപ്പം നോക്കിയാൽ 1825, ആദ്യം നമ്മൾ ഈ 18 എടുത്തു, ആദ്യത്തെ 2 സംഖ്യകൾ. അപ്പോൾ ഈ 18ന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ എത്രയാണ്? 16 അല്ലേ? 4 × 4 16 അല്ലേ? 4. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 4 സംഖ്യ 4 അക്കങ്ങളുണ്ടല്ലോ അല്ലേ? അപ്പോൾ 40ന്റെ സ്ക്വയർ നമുക്കറിയാം 1600 എന്നറിയാം അല്ലേ? ഇനി 50 ആണെങ്കിലോ 50ന്റെ സ്ക്വയർ എത്രയാണ്? 5 × 5 25 2500 എന്നറിയാം അല്ലേ? ഇവിടെ 1825 ആണ് ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ, അതായത് 40നും 50നും ഇടയിൽ കിടക്കും അല്ലേ ഇതിന്റെ റൂട്ട്. ഇവിടെ അവസാനത്തെ സംഖ്യ 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ആകെ നമുക്ക് 5 × 5 25, അത് മാത്രമേ വരുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടും 45 കിട്ടും അല്ലേ? പക്ഷേ ഇതെന്താണ്? നിങ്ങൾ 45 × 45 ഗുണിച്ച് നോക്കിയേ, നമുക്ക് 1825 കിട്ടുക. അതായത് ഇതെന്തല്ല, ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് ഇതുപോലെ കണ്ടുപിടിച്ചിട്ട് 45 × 45 റൂട്ട് 45 ഇതിന്റെ വാല്യൂ 45 എന്ന് ഇടരുത്. കാരണം എന്താ? നിങ്ങളൊന്ന് ഗുണിച്ച് നോക്കാം. 45 × 45 അല്ല, അതായത് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് വേറെ ഒരു മാർഗവും ഇല്ല. 1825 അല്ലേ? ഇത് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഘടകങ്ങളാക്കാം. ഘടകങ്ങളാക്കാൻ എന്ത് വരും? ഇവിടെ നോക്കിയാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? 3 കൊണ്ട് പറ്റുമോ? ആഡ് ചെയ്ത് നോക്കാം. ഞാനതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നോക്കിയാൽ 8ഉം 1ഉം 9, 9ഉം 2ഉം 11, 11ഉം 5ഉം 16 ആണ് നമുക്ക് കിട്ടുക അല്ലേ? 16ന് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇതിനെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ 4 കൊണ്ട് പറ്റില്ല, പിന്നെ നമുക്ക് ഏത് കൊണ്ടേ പറ്റുള്ളൂ? 5 കൊണ്ടേ പറ്റുള്ളൂ. അപ്പോൾ 5. ഓക്കെ, 18ൽ എത്ര 5 ഉണ്ട്? 3 5 അല്ലേ? 3 5 3 × 5 15. ബാക്കി ഇവിടെ ഒരു 3 ഉണ്ട് അല്ലേ? 3. അപ്പോൾ 32. 32ൽ എത്ര 5 ഉണ്ട്? 6 അല്ലേ? ആ 6 × 5 30 വരുള്ളൂ. ബാക്കി 2 ഇവിടെ ഉണ്ട്. അപ്പോൾ 25. 25ൽ എത്ര 5 ഉണ്ട്? 5 × 5 25. അപ്പോൾ 365 നമുക്കിവിടെ കിട്ടി അല്ലേ? ഇനി നമുക്ക് ഇതുപോലെ നോക്കുകയാണെങ്കിൽ 5 കൊണ്ട് മാത്രമേ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 36ൽ എത്ര 5 ഉണ്ട്? 7 5 35 അല്ലേ? അപ്പോൾ 7 പ്രാവശ്യം 7 5 35. ബാക്കി 1 ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ 15ൽ 3 പ്രാവശ്യം. ഇനി നമുക്ക് നോക്കിയാൽ ഇപ്പോൾ 73നെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാം? 2 കൊണ്ട് പറ്റില്ല, 3 കൊണ്ട് പറ്റില്ല, 4 കൊണ്ട് പറ്റില്ല, 5 കൊണ്ട് പറ്റില്ല, 6 കൊണ്ട് പറ്റില്ല. അതായത് 73 എന്താണ് സംഭവം? 73 ഒരു പ്രൈം നമ്പറാണ്, അഭാജ്യ സംഖ്യയാണ് അല്ലേ? അപ്പോൾ ഇവിടെ വെച്ച് സ്റ്റക്കായി. ഇനി നമുക്ക് 73നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിവിടെ റൂട്ട് 1825 എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? റൂട്ട് 5 × 5 × 73 ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ അല്ലേ? ഫിസിക്കട്ട് എന്ത് വരും? 2 5 ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരാളെ പുറത്തെടുക്കും അല്ലേ? അപ്പോൾ 5 ഇനി റൂട്ട് 73. അപ്പം ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി. അതല്ലെങ്കിൽ നമുക്ക് എന്ത് വരും? ഇതിൻ്റെ വേറൊരു മാർഗ്ഗമുണ്ട് റൂട്ട് കണ്ടുപിടിക്കാൻ. പക്ഷെ ഇത്തിരി ബുദ്ധിമുട്ടാണ്, നിങ്ങളുടെ സമയം പോവും. അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എഴുതിയിട്ടാൽ മതി, നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും കുറയില്ല. ചില കുട്ടികൾ എന്ത് ചെയ്യും? ഇതിന് നമ്മൾ മറ്റൊരു മാർഗ്ഗം ഉണ്ട് അല്ലേ? ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കൽ, ഇതിൻ്റെ ഇരട്ടി ഇട്ടിട്ട് അല്ലേ? പക്ഷെ അത് നിങ്ങളുടെ സമയം കുറേ വേസ്റ്റ് ആയി പോകും. അങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലൊക്കെ ഒരേ മാർക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് അതിലൊരു ടെൻഷനും വേണ്ട, ഇതേപോലെ തന്നെ ചെയ്തിട്ടാൽ മതി. അപ്പോൾ 5 റൂട്ട് 73 നമുക്കിവിടെ കിട്ടി അല്ലേ? എല്ലിൻ്റെ നീളം കിട്ടി 5 റൂട്ട് 73 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ആണല്ലോ. ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു പൈ ആർ അല്ലേ? പൈ ഇൻറ്റു ആർ. ആർ എത്രയാണ്? 15 ഇൻറ്റു എൽ പ്ലസ് ആർ അല്ലേ? എൽ നമുക്ക് എത്ര കിട്ടി ഇവിടെ? 5 റൂട്ട് 73 പ്ലസ് ആർ. ആർ നമുക്ക് എത്രയാണ്? 15. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ എങ്ങനെ എഴുതാം? 15 ഇൻറ്റു പൈ അല്ലേ? 15 പൈ എന്ന് എഴുതാം. ഇനി 5 റൂട്ട് 73 പ്ലസ് 15. ഇപ്പോൾ നോക്കിയാൽ 15 പൈ ഇൻറ്റു 5 റൂട്ട് 73 പ്ലസ് 15 ഇവിടെ വെച്ച് നിർത്തിയാൽ ഒരു കുഴപ്പമില്ല.
മനസ്സിലായില്ലേ? ഇത്ര ആയിക്കഴിഞ്ഞാൽ അത്രയും സ്ക്വയർ സെന്റിമീറ്റർ എഴുതി ആയിട്ട് അടിയിൽ വരച്ചു, ഒരു കുഴപ്പമില്ല, അതിലൊന്നും മാർക്ക് കുറയില്ല. ഇനി നമുക്ക് ഇതിന് വേറൊരു ഒന്ന് കുറച്ചും കൂടി വൃത്തിയായിട്ട് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് വേണമെങ്കിൽ നോക്കിയാൽ ആ 15 പൈൻ്റെ അല്ലേ. ഇനി ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം, അല്ല ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയാൽ 5√73 15. ഇതിൽ നമുക്ക് ഇവിടെ 5 ഉണ്ട്, ഇതിലും 5 ഉണ്ട്, ഇതിലും 5 ഉണ്ട് അല്ലേ, രണ്ടിലും 5 ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ 5നെ വേണമെങ്കിൽ ഒന്ന് പുറത്തേക്ക് എടുക്കാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ബാക്കി ഈ 5 3 കഴിഞ്ഞാൽ ബാക്കി ആരാ ഉള്ളത് ഇവിടെ? √73 അല്ലേ, √73 ഉള്ളൂ. പ്ലസ് ഇവിടെ ഇതിൽ നിന്ന് 5 പോകുന്നു അല്ലേ, ബാക്കി എത്ര ഉണ്ട്? 3 അല്ലേ. 3 15 എന്ന് വെച്ചാൽ 3 × 5 ആണ്. ആ 5 പോകുന്നു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 3. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. വേണമെങ്കിൽ നമുക്ക് 15 പൈ × 5 അല്ലേ, 15 × 5 എത്രയാണ്? 75. അപ്പോൾ നമുക്ക് 75 പൈ. ഇനി ബ്രാക്കറ്റിൽ ആരൊക്കെ ഉണ്ട്? √73 + 3 അല്ലേ, √73 ഇതൊരു പൂർണ്ണസംഖ്യയാണ് 3 അല്ലേ. അപ്പോൾ നമുക്ക് 3നെ ആദ്യം എഴുതാം. 3 + √73 ഇങ്ങനെ എഴുതി നിർത്താം. ഇനി വേണമെങ്കിൽ നോക്കിയാൽ ഈ പൈ അല്ലേ, പൈ വേണമെങ്കിൽ ഇപ്പത്തെ എഴുതിയാലും കുഴപ്പമില്ല, അങ്ങനെ എഴുതിയാൽ മതി. 75 × അല്ലേ, 75 × 3 + √73 പൈ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം അല്ലേ. അപ്പോൾ ഇതിൽ നിങ്ങൾ എങ്ങനെ എഴുതി കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. എന്ത് മതി? ഈ കാര്യങ്ങൾ ഇതിൽ വന്നാൽ മതി. നിങ്ങൾ ഉത്തരത്തിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ മാറിയാലൊന്നും ഒരു കുഴപ്പമില്ല. ഇതേ രൂപത്തിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉത്തരത്തിൽ വരണം. മനസ്സിലായില്ലേ? അല്ലാണ്ട് പൈ ഇവിടെ എഴുതി അല്ലെങ്കിൽ പൈ ഇപ്പുറത്തന്നെ എഴുതി അതുകൊണ്ടൊന്നും ഒരു വിഷയവും ഇല്ല. അതുകൊണ്ടൊന്നും 1/2 മാർക്ക് പോലും നിങ്ങൾ നഷ്ടപ്പെടില്ല. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എഴുതാൻ മാർക്കറ്റ് എത്രയാണ് യൂണിറ്റ്? സ്ക്വയർ സെന്റിമീറ്റർ അല്ലേ, സ്ക്വയർ സെന്റിമീറ്റർ യൂണിറ്റ് എഴുതി വെക്കാം. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങളും മറ്റും അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.